തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യം
മാംസ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ പുത്രി, ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നല്ലെങ്കിൽ എല്ലാറ്റിൻ്റെ സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ, പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം. കർത്താവെ ആശീർവദിക്കണം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാനസമലരിൽ നിറയുന്നു, മാനസമലരിൽ നിറയുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2, 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവർക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവർക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ.
യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിവാഹമെന്ന കൂദാശ വഴി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആൽഫിക്കും എൽമയ്ക്കും എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ അതോടൊപ്പം തന്നെ ആലോചനയോടെ നിങ്ങളെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ജീവിതകാലം മുഴുവനും ഉറച്ചു നിൽക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വായിച്ചു കേട്ട വചനഭാഗം കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിലാകാം, സ്ഥൈര്യലേപനത്തിലാകാം, മാമോദീസായിലാകാം, ചിലപ്പോൾ വിവാഹവേളയിലായിരിക്കാം. ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് കുടുംബജീവിതം എന്ന വലിയ സമ്മാനം നൽകി അതിനെ വിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വിവാഹവേളയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാണ്. വെള്ളത്തിന് പ്രത്യേകതകളൊന്നുമില്ല, പക്ഷേ വീഞ്ഞിന് ഒത്തിരിയേറെ മാധുര്യമുണ്ട്. മാധുര്യമുള്ള ഒരു കുടുംബജീവിതത്തിലേക്കാണ് ദൈവം നിങ്ങളെ മാറ്റുന്നത് എന്ന് ഓർമ്മയുണ്ടാവുക. രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന നിങ്ങൾ ഒരുമിക്കുമ്പോൾ, കുടുംബജീവിതത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം അതിന് കൂടുതൽ മധുരവും അതോടൊപ്പം തന്നെ നിറവും നൽകുമെന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ഗുണമുള്ള, നിറമുള്ള, മധുരമുള്ള വീഞ്ഞ് പോലെ ജീവിതത്തെ സ്വീകരിക്കാനും ജീവിക്കാനും നിങ്ങൾ രണ്ടുപേരും പഠിക്കുക, പരിശ്രമിക്കുക എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വചനം പറയുന്നൊരു ഭാഗമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ഇത് പറയുന്ന ഇപ്രകാരമാണ്: ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. മാനുഷികമായ ചിന്തകൾ ഇന്നത്തെ കാലഘട്ടത്തിലും ചുറ്റുപാടുകളും നമുക്കറിയാം. മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അകലുക, അല്ലെങ്കിൽ മാറി നിൽക്കുക, മാറ്റി നിർത്തുക എന്നൊക്കെയാണ് മാനുഷിക ചിന്ത. ദൈവിക ചിന്ത എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ചേർത്ത് നിർത്തുക, യോജിപ്പിക്കുക, വിട്ടുപോകാതിരിക്കുക, കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ ചിന്ത. അത് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അകലുക, വേർപ്പെടുക, അകലാനും വേർപ്പെടാനും മാറി നിൽക്കാനും വിഭിന്നമായിട്ട് ചിന്തിക്കാനും ഒക്കെ ഏതാനും നിമിഷങ്ങൾ മതി. ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനും അതുപോലെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ ഒത്തിരിയേറെ സമയമെടുക്കും. കുടുംബജീവിതത്തിൽ അതുപോലെയൊക്കെ തന്നെയാണ്. ചേർത്ത് നിർത്താൻ, ചേർന്ന് നിൽക്കാൻ ഒത്തിരിയേറെ സമയമെടുക്കും. അത് വർഷങ്ങളെടുക്കും. പക്ഷേ അകലാനായിട്ട് ഒരു നിമിഷം മാത്രം മതി. ഒരുപക്ഷെ ഒരു വാക്ക് മതിയായിരിക്കും, ഒരു പ്രവൃത്തി മതിയായിരിക്കും, ചില ചെയ്തികൾ മതിയായിരിക്കും, ധാരാളം. വളരെ പെട്ടെന്ന് തന്നെ അകലാൻ എളുപ്പമാണ്, അടുക്കാൻ ഒത്തിരിയേറെ സമയമെടുക്കും. അതുകൊണ്ട് അടുത്തു കഴിഞ്ഞാൽ അകലാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടത്. കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണല്ലോ. ആൽഫിയും എൽമയും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചേർന്ന് നിൽക്കേണ്ടവരാണ്, അടുത്ത് നിൽക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ചേർന്ന് നിൽക്കലാണ്, അടുത്ത് നിർത്തലാണ്. അടുക്കലും ചേർക്കലും ദൈവം നടത്തുന്നുണ്ട്. അത് നിങ്ങളായിട്ട് അകലാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പറ്റുന്ന ഏതാനും ചെറിയ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ചാവറപിതാവ് പറയുന്ന ഇപ്രകാരമാണ്: സ്വർഗസമാനമായ ഈ ഭൂമിയിൽ സ്വർഗത്തിന് സമാനമായ, ആകാശമോക്ഷത്തിൻ്റെ സമാനമായ ഒരു ജീവിതമാണ് കുടുംബജീവിതം എന്ന് ചാവറപിതാവ് പറയാറുണ്ട്. എന്താണ് ഈ ആകാശമോക്ഷത്തിൻ്റെ സമാനം? അതിനെ പറ്റുന്ന ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ആയിരിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ അനുസ്മരിക്കുന്നത് നല്ലതാണ്. ഒരു പക്ഷേ വളരെ ശാന്തമായിട്ടും നല്ല ഭംഗിയായിട്ടും സഹിഷ്ണുതയോടെയൊക്കെ പെരുമാറാൻ കഴിയുക എന്ന് പറയുന്നത്, പരസ്പരം പെരുമാറാൻ, ബഹുമാനത്തോടെ പെരുമാറാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മൈക്കിലൂടെയാണ്. ഈ മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. അതേസമയം ഞാൻ ഈ മൈക്ക് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റില്ല. ഈ മൈക്കിലൂടെ സംസാരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ വേഗത അല്ലെങ്കിൽ അത് അളക്കുന്നത് ഡെസിബൽ എന്ന പേരിലാണ്. ഡെസിബൽ ഇവിടെ ഇരിക്കുന്ന പഠിച്ചവർക്കൊക്കെ അറിയാം. ഇതൊരു 120 ഡെസിബൽ ശബ്ദമാണിത് കേൾക്കുന്നത്. അതേസമയം ഞാൻ ഈ മൈക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു 50-60 ഡെസിബലിലേക്കേ ഉള്ളൂ. അതാണ് ശബ്ദത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കുടുംബജീവിതത്തിൽ ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു 120 ഡെസിബൽ എന്ന് പറയുന്ന വളരെ ശബ്ദത്തിലും ഉച്ചത്തിലും ഒക്കെ പറയാതിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അതേസമയം താഴെ പോകരുത്. ഒരു 60-50 നിൽക്കുക. അതിന് താഴെ പോയി കഴിഞ്ഞാൽ 30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പിറുപിറുക്കുക എന്നുള്ളതാണ്. 30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അതും ഉണ്ടാവരുത്.
അപ്പോൾ 120 കയറരുത്, ഒരു 50 താഴെയും പോകരുത്. അതാണ് അതിനിടയ്ക്കുള്ള ഒരു ശബ്ദത്തിൻ്റെ ഒരു അളവിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 50, 60, 70 പോയി കഴിഞ്ഞാൽ അതാണ് നോർമൽ, സാധാരണഗതിയിൽ മനുഷ്യനുമായിട്ട് സംസാരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്. അതുണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അതുണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ നന്മയാണത്. ചെറിയ കാര്യമുള്ളൂ, എന്നാൽ പോലും പരസ്പരം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഈ ശബ്ദത്തിൽ ഡെസിബല് കൂടി പോകാതിരിക്കുക, തീരെ കുറഞ്ഞും പോകാതിരിക്കുക, രണ്ടും ആയാൽ പ്രശ്നമാണ്. ഇതിനിടയ്ക്ക് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ചില അടിസ്ഥാന വാക്കുകളൊക്കെ ജീവിതത്തിൽ പഠിക്കുന്നത് നല്ലതാണ്. ചില കീ വേർഡ് എന്നൊക്കെ നമ്മൾ പറയും. ചില മനുഷ്യരുടെയൊക്കെ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചില കീ വേർഡ്, അടിസ്ഥാന വാക്കുകളുണ്ട്. അത് 1-2 വാക്കുകളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഒരു സാരമില്ല എന്ന് പറയാൻ പറ്റുക, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കീ വേർഡ് അടിസ്ഥാനം. എപ്പോൾ ആണെങ്കിലും വെറുതെ നിസ്സംഗരായിട്ട് ഇരുന്നിട്ട് പറയുന്നതിനല്ല, മറിച്ച് എന്തെങ്കിലുമൊക്കെ പരസ്പര ധാരണ പിശകുകൾ വരുമ്പോൾ അത് സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന ചില ചെറിയ വാക്കുകളൊക്കെ ജീവിതത്തിലുള്ള നല്ലതാണ്. പറയാൻ പറ്റുന്ന വലിയ വാക്കുകളൊക്കെ ഉണ്ട്. 10-100 കിലോ തൂക്കമുള്ള വാക്കുകളൊക്കെ പറയാൻ എല്ലാവർക്കും അറിയാം, എളുപ്പമാണ് പറയാനായിട്ട്. പക്ഷെ അതിലൊക്കെ തൂക്കം കുറഞ്ഞ ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാരമില്ല, പോട്ടെ, വിട്ടുകള, ഇങ്ങനെയൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ ജീവിതത്തിൽ പരിശീലിക്കുന്നത് നല്ലതാണ്. അത് ഏത് കാലഘട്ടത്തിൽ എല്ലാവർക്കും പറ്റിയതാണ്. അങ്ങനെ ചില വാക്കുകളൊക്കെ പരിശീലിച്ച് കഴിഞ്ഞാൽ വളരെ സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ്. അത് അനുഭവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ മറ്റൊന്നുള്ളത് ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമ, സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് ഈ മാതാവിൻ്റെ ജീവിതത്തിൽ അതാണ് നമ്മൾ കാണുക. ക്ഷമയോടെ കാത്തിരിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനൊക്കെ കഴിയുക. അപ്പോൾ അങ്ങനെ ഒരു ക്ഷമയുടെ ഒരു പാഠം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഏതൊരു കാര്യത്തിനാണെങ്കിലും ഒരു കഥാരൂപത്തിൽ പറയാറുണ്ട്, ഒരിക്കലും ഒരാൾ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ അയാൾ വാതിൽക്കൽ ഒച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അയാൾ ആ ഒച്ചിനെ തൊഴിച്ച് ദൂരേക്ക് കളഞ്ഞു. പിന്നെ ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വാതിൽ തുറന്നപ്പോൾ ഒച്ച് വാതിൽക്കലിരിക്കുന്നു. അപ്പോൾ ഒച്ച് അയാളുടെ കഥയാണ്, കഥയിൽ ഒച്ച് സംസാരിക്കുന്നതെന്ന് ചോദിക്കരുത്. കഥാരൂപത്തിൽ പറയുമ്പോൾ ഒച്ച് ഇയാളോട് പറയുകയാണ്, ഞാൻ നിന്നോട് എന്നെ തൊഴിച്ചതിനെ ചോദിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇതൊരു കഥയായിട്ട് എടുത്തുവെച്ചാൽ മതി, ആശയപരമായിട്ട്. പല കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ 6 മാസവും 1 വർഷവും 10 വർഷവും കഴിഞ്ഞാൽ തീരത്തില്ല. അത് ചോദിക്കാനായിട്ടുള്ള അവസരം കാത്തിരിക്കുന്ന രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ അവസരങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയാൻ ശ്രമിക്കാനുള്ള നല്ല മനസ്സൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക. തീർച്ചയായിട്ടും ആൽഫിയും എൽമയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ പരിശീലിക്കുക. ആധുനിക കുടുംബങ്ങൾ ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ അകലാനുള്ള പ്രവണതയ്ക്ക് ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. പക്ഷേ അടുക്കാനുള്ള സാധ്യതകളെ നിന്ന് കണ്ടെത്തുക. പരസ്പര ധാരണയോടും സ്നേഹത്തോടും കൂടെയൊക്കെ ജീവിക്കുക. കുടുംബജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, വിളക്കി ചേർക്കുന്ന കുടുംബജീവിതത്തെ വിട്ടുപോകാതിരിക്കാനായിട്ടുള്ള കൃപയോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആൽഫിയെ പിന്നെ വളരെ ചെറുപ്പത്തിലെ തൊട്ട് അറിയാവുന്ന ആളാണ്. എൽമയുടെ വീട്ടുകാരെയും പരിചയമില്ലല്ലോ, ഇന്നാണല്ലോ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷേ 2 കൂട്ടരുടെയും വീട്ടുകാർ നല്ല രീതിയിൽ അവർ വിശ്വാസ പരിശീലനത്തിലൂടെ ആത്മീയ ജീവിതത്തിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ആ ജീവിതത്തിൽ നിങ്ങളും അത് മുറുകെ പിടിക്കാനായിട്ട് നോക്കുക. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ചില മൂല്യങ്ങൾ, അത് കത്തോലിക്ക സഭയിലായാലും മറ്റ് സഭകളിലായാലും എവിടെയായിരുന്നാലും ഈ മൂല്യങ്ങൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങൾ അതുപോലെ തന്നെ മുറുകെ പിടിക്കാനായിട്ട് പരിശ്രമിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുക. ദൈവത്തിനുള്ള കൃപയും അനുഗ്രഹമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ. ധാരാളം ദീർഘായുസ്സോടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഇവർക്ക് 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നൽകിയിരിക്കുന്ന ഈ കുടുംബജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ദാനമായി നൽകുന്ന മക്കളെ വിശുദ്ധിയിൽ വളർത്താനുള്ള കൃപ അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മാതാപിതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുകയും അനുമോദനം അറിയിക്കുകയും ചെയ്യുകയാണ്. മക്കളെ അവരവരുടെ ജീവിതാന്തസ്സുകളിലേക്ക് ഉയർത്തിവിടുവാനായിട്ട് നിങ്ങളെടുക്കുന്ന അധ്വാനത്തിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനായും ഇവരെ ഒരുക്കാനായി എത്തിയിരിക്കുന്ന എല്ലാവരെയും ദൈവാനുഗ്രഹത്താൽ ഈ ദിവസം ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആൽഫിക്കും എൽമയ്ക്കും കുടുംബജീവിതത്തിൻ്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ, ദൈവാനുഗ്രഹങ്ങൾ. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പറഞ്ഞതൊക്കെ മറന്നു പോകാതിരുന്നാൽ നല്ലത്. ഫോട്ടോ എടുക്കലെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകും, സ്വാഭാവികമാണ്. പിന്നെ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ എന്ന് ഓർത്തേച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഓർക്കാൻ പറ്റിയാൽ നല്ല കാര്യം. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ചില കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. വധുവരന്മാർ എഴുന്നേറ്റ് നിൽക്കുക. സാക്ഷികളായിട്ടുള്ളവർ ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങനെ അനന്തപരിപാലയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആൽഫി എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എൽമ എന്ന് വിളിക്കപ്പെടുന്ന ഏലിയാമയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? എൽമ എന്ന് വിളിക്കപ്പെടുന്ന ഏലിയാമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് അവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക മണ്ണിന് വിണ്ണോട് ചേർക്കാം. കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. യേശുനാഥൻ
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടെ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സ്നേഹം അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ, സഹനങ്ങളാനന്ദമാകുന്നിതാ, നോവുകൾ മധുരമായി തീരുന്നിതാ. ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ. സ്നേഹത്തിനർത്ഥം ഞാൻ കാണുന്നിതാ ഈ തിരുവോസ്തിയിൽ, ത്യാഗത്തിനാഴം ഞാൻ അറിയുന്നിതാ ഈ ദിവ്യകൂദാശയിൽ. സമാപന പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിലവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാറിയ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതയാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ.
ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഇത്തരം കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter. We feel it now, and nothing could be better. You and me, chasing down forever after. Forever after. Chasing down forever after. Good afternoon, friends and loved ones. Welcome to Alfie and Elma wedding reception. നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം them.
I forgot I wasn't listening. Forget all familiar things. The stage is incomplete without their family. So first welcome Alfie and family on stage. Mr. Tommy Matthew from Ulatil family and Mrs. Susha Tommy from Vettigudil family. Let's welcome our bride Elma Chechi family. Mr. Kurian Matthew from Kudakasheri family, Mrs. Suja Matthew from Uchumanal family. Next I welcome Elma Chechi's beyond brothers, Kelvin and Suvi. Safe place for me to
I got thoughts that creep in every day, things that go bump in the night, but you say I'm beside you. All my doubtful designs caving in, but you saw me out on a ledge and you said I'm beside you. I'm beside you. I'm not going anywhere. I can't help, I was raised by the wolves. I was running, I was wild, and you pulled me beside you. Yeah. And I had fire on my heels, on my back, out in the dark woods. You told me that I'm beside you. I'm beside you. I'm not going anywhere. When the sun's on the pine sinking low, കച്ചവടം